ഹലോ ഫ്രണ്ട്സ്, ഓണസത്തിന് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു സിമ്പിൾ വെബ് ഷൂട്ടറാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഓക്കെ, അപ്പോൾ ഈ ചെയ്യാനായിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ട ഇതേപോലത്തെ സ്കെച്ച് പെന്നാണ്. ഇനി ഒരു സ്കെച്ചിൽ നമ്മൾ റീഫില്ലും അതേപോലെ തന്നെ നിബും കാര്യങ്ങളെല്ലാം റിമൂവ് ചെയ്തെടുക്കണം. അപ്പോൾ ഈ ഒരു സ്കെച്ചിൻ്റെ റീഫില്ലും അതേപോലെ തന്നെ നിബും റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ട ഒരു സ്പ്രിംഗ് ആണ്. അതിനായിട്ട് ഞാൻ ഇതേപോലത്തെ ഒരു പെൻ എടുത്തിട്ടുണ്ട്. ഇനി ഒരു പെന്നും നമുക്ക് ആ ഒരു സ്പ്രിംഗ് എടുക്കാം. ഓക്കെ, അപ്പോൾ ഇതേപോലത്തെ സ്പ്രിംഗ് ആണ് നമുക്ക് ഇതിനായിട്ട് ആവശ്യമുള്ളത്. ഇനി നമുക്ക് ഈ ഒരു സ്കെച്ചിൻ്റെ ബാക്ക് ഭാഗത്ത് ഈ ഒരു സ്പ്രിംഗ് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഈ ഒരു രീതിയിലായിട്ട് നമുക്ക് ഒട്ടിച്ചു കൊടുക്കണം. അതിനായിട്ട് ഞാനൊരു ഹോട്ട് ഗ്ലൂ യൂസ് ചെയ്യുന്നത്. നമുക്ക് വേണം ഫെവിക്വിക്ക് യൂസ് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഈ ഒരു രീതിയിൽ വേണം നമ്മളിത് ഒട്ടിച്ചു കൊടുക്കാനായിട്ട്. ഇനി ഈ ഒരു സ്കെച്ചിൻ്റെ ഈ ഒരു ചെറിയ ഭാഗം നമുക്കൊന്ന് കട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ഒരു സ്കെച്ച് കട്ട് ചെയ്തിട്ടുണ്ട്. ഇതെന്തിനാണ് കട്ട് ചെയ്തതെന്ന് വെച്ചാൽ ഈ ഒരു ഹോൾ കുറച്ചും കൂടി വലുതായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ കട്ട് ചെയ്തത്. ഇനി നമുക്ക് നേരത്തെ ഒട്ടിച്ച ഈ ഒരു സ്പ്രിംഗ് നമുക്ക് ഇതിലേക്കായിട്ട് ഫിറ്റ് ചെയ്ത് കൊടുക്കാം. പഴയ പോലെ തന്നെ ഫിറ്റ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലേക്കായിട്ട് ഒരു ബുള്ളറ്റ് ആക്കാനുണ്ട്. അതെങ്ങനെ നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ബുള്ളറ്റ് ആക്കാനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഇതേപോലത്തെ ഒരു A4 ഷീറ്റാണ്. ഈ ഒരു A4 ഷീറ്റ് ഈ ഒരു ലെങ്ത്തിൽ കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇതേപോലത്തെ ഒരു പെന്നിന് റീഫിൽ വെച്ചിട്ട് ഇതൊന്ന് റോൾ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിത് റോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ സൈസ് വെച്ചിട്ടൊന്ന് നോക്കണം. ഇതിൻ്റെ ഉള്ളിലേക്ക് കറക്റ്റായിട്ട് പോകുന്ന രീതിയിലാവണം ഇതിൻ്റെ സൈസ്. അപ്പോൾ അങ്ങനെ വെച്ചിട്ട് എക്സസൈസ് വരുന്ന ഭാഗങ്ങളെല്ലാം നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഫെവിക്കോൾ വെച്ച് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഉണങ്ങാൻ വെയിറ്റ് ചെയ്യാം. നമ്മളെ ഗണ്ണിന് വേണ്ട ബുള്ളറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വെറുതെ ഒന്ന് വെച്ച് നോക്കാം. ഓക്കെ, അപ്പോൾ കറക്റ്റായിട്ട് തന്നെ സംഭവം വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ബേസും കാര്യങ്ങളെല്ലാം സെറ്റ് ആക്കാനുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഒരു കാർഡ്ബോർഡ് ഷീറ്റിൽ ഈ ഒരു ഷേപ്പ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് എന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു സ്കെച്ച് പെന്നിൻ്റെ ലെങ്ത്താണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്കിവിടെ വെക്കാൻ സാധിക്കും. പിന്നെ ഈ ഒരു ഷേപ്പ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ ഈ ഒരു ഷേപ്പ് എടുത്തത്. ഇനി നമുക്കിതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഓക്കെ, അപ്പോൾ കറക്റ്റ് സെൻറ്ററിലായിട്ട് നമ്മളിതിപ്പോൾ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു സ്കെച്ച് ഒട്ടിച്ചതിൻ്റെ സൈഡിലെല്ലാം ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ നമുക്ക് ഇതേപോലെ കാർഡ്ബോർഡ് ഷീറ്റ് ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് നമുക്കിതെല്ലാം ഇവിടെ വെച്ചിട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. അതായത് നമുക്കിതെല്ലാം ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ലാസ്റ്റ് പീസായിട്ട് നമുക്കിത് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഹോട്ട് ഗ്ലൂ ആണ്. നിങ്ങൾക്ക് ഏത് ഗ്ലൂ ആണെങ്കിൽ യൂസ് ചെയ്യാം. അപ്പോൾ ലാസ്റ്റ് പീസ് നമുക്കിത് ഒട്ടിച്ചു കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ഇതെല്ലാം ഒട്ടിച്ചു. ഇനി നമുക്ക് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ സൈഡ് ഭാഗമെല്ലാം ഒന്ന് കവർ ചെയ്തെടുക്കണം. എന്നാൽ മാത്രമേ കുറച്ചും കൂടി കാണാൻ സ്റ്റൈൽ ഉണ്ടാവും. അപ്പോൾ അതിനായി ഞാൻ യൂസ് ചെയ്യുന്നത് വെച്ചാൽ ഇതേപോലത്തെ കാർഡ്ബോർഡ് ഷീറ്റാണ്. എന്നിട്ട് ഈ ഒരു സാധനത്തിൻ്റെ വിഡ്ത്തിനനുസരിച്ച് കട്ട് ചെയ്ത് കൊടുത്തു. ഇതാ ഒരു വിഡ്ത്തിനനുസരിച്ച് തന്നെ കട്ട് ചെയ്തു. ഇനി നമുക്ക് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു കാർഡ്ബോർഡ് ഷീറ്റിൻ്റെ ഇത് നമുക്കൊന്ന് റിമൂവ് ചെയ്തെടുക്കണം. അതായത് ഇതിൽ ഇതേപോലെ ഒരു ഷീറ്റ് മാത്രം നമുക്ക് എടുത്താൽ മതിയാവും. അപ്പോൾ ഇതിൽ നിന്ന് ഈ ഒരു ഭാഗം നമുക്ക് ആവശ്യമില്ലത്, ഈ ഒരു ഭാഗം നമുക്ക് ആവശ്യമില്ല. ഈ ഒരു രീതിയിൽ നമുക്കിത് കവർ ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഞാൻ ഇത് കറക്റ്റായിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇനി നമുക്കിവിടെ ഒരു ഹോളാക്കി കൊടുക്കണം. അതായത് നമ്മളെ പഴയ റീഫിൽ അവിടെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അവിടെ നമുക്കൊരു ഹോളാക്കണം. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിൽ കറക്റ്റ് ഹോളാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് കയ്യിൽ വെക്കാനായിട്ട് സ്ട്രാപ്പ് പോലെ ഒരു സംഭവം ആക്കാനുണ്ട്. അതിനായിട്ട് ഞാൻ ഇതേപോലത്തെ ഒരു കാർഡ്ബോർഡ് ഷീറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കാർഡ്ബോർഡ് ഷീറ്റിൻ്റെ ലെങ്ത്ത് എന്ന് വെച്ചാൽ 8 ഇഞ്ചും അതേപോലെ തന്നെ ബ്രെഡ്ത്ത് 2 ഇഞ്ചും ആണ്. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു കാർഡ്ബോർഡ് ഷീറ്റിൻ്റെ ബാക്കിലായിട്ട് ഞാൻ കുറച്ച് ലൈൻസ് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇതെന്തിനാണെന്ന് വെച്ചാൽ ഇത് കറക്റ്റ് നമ്മളെ കയ്യിലേക്ക് ഇങ്ങനെ റൗണ്ടായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് അടുത്തായിട്ട് വേണ്ട ഇതേപോലത്തെ സംഭവമാണ്. അതായത് നമ്മളിത് ഒട്ടിക്കാനെല്ലാം യൂസ് ചെയ്യുന്ന സംഭവമാണ്. അപ്പോൾ ഇത് രണ്ടും നമുക്ക് ഇതിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഒന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു ഫ്രണ്ടിലാണ്, അതേപോലെ തന്നെ അടുത്തത് ഈ ഒരു സൈഡിലാണ് നമുക്ക് വെക്കേണ്ടത്. നമുക്കിതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഞാനത് കറക്റ്റായിട്ട് രണ്ടും ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഈ ഒരു സംഭവം ഇവിടെ കറക്റ്റ് സെൻറ്ററിലായിട്ട് നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഞാൻ ഇത് കറക്റ്റായിട്ട് സെൻറ്ററിൽ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് ഇതേപോലത്തെ ഒരു കാർഡ്ബോർഡ് ഷീറ്റാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ലെങ്ത്ത്. നമുക്ക് എക്സസൈസ് വരുന്ന ലാസ്റ്റ് നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു ഭാഗത്തായിട്ട് ഇത് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മൾ ഹോളിന് സ്ട്രെയിറ്റ് ആയിട്ട് വേണം ഇത് ഒട്ടിച്ചെടുക്കാൻ. ഇനി നമുക്ക് അടുത്തായിട്ട് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു ഭാഗത്ത് ചെറിയൊരു കട്ട് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇതിലിപ്പോൾ 2 ലെയർ ഉണ്ട്. അതായത് മേലത്തി ഒന്നുണ്ട്, താഴത്തി ഉണ്ട്. അപ്പോൾ മേലത്തെ ലെയറിൽ ചെറിയ രീതിയിൽ നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഫുള്ളായിട്ട് കട്ട് ചെയ്യാൻ പാടില്ല. അപ്പോൾ നമ്മളിപ്പോൾ കട്ട് ചെയ്തിട്ടുണ്ട്. ഇതെന്തിനാണെന്ന് വെച്ചാൽ നല്ല രീതിയിൽ ബെൻഡ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് ഐസ്ക്രീം സ്റ്റിക്കിൻ്റെ ചെറിയൊരു പീസാണ്. അതായത് എൻഡിൻ്റെ ഭാഗത്തിലെ ചെറിയ പീസാണ് എടുത്തത്. ഇനി നമുക്കിത് ഈ ഒരു ഭാഗത്തായിട്ട് ഒട്ടിച്ചു കൊടുക്കണം. ഇനി നമുക്ക് കുറച്ചും കൂടി ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് അതൊന്ന് സ്ട്രോങ് ആക്കി കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മളെ വർക്കും കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസൈനിങ് ആണ്. അതായത് പെയിൻറ്റിങ് കാര്യങ്ങളാണ്. അപ്പോൾ പെയിൻറ്റ് ചെയ്യാനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് വെച്ചാൽ ബ്ലാക്ക് അക്രിലിക് കളറാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് കളർ വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇനി നമുക്കിതൊന്ന് പെയിൻറ്റ് അടിച്ചു കൊടുക്കാം.
ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്തതിൽ ചെറിയൊരു മിസ്റ്റേക്ക് വന്നിരുന്നു. എന്താണെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ ഇവിടെ ഈ ഭാഗത്തായിട്ട് വെച്ച കാർഡ്ബോർഡ് ഷീറ്റ് നമ്മൾ കുറച്ച് യൂസ് ചെയ്യുമ്പോൾ തന്നെ അത് ഒടിയാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ നമുക്ക് കറക്റ്റായിട്ട് ട്രിഗർ വർക്ക് ചെയ്യാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ ഇതിന് പകരമായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ചാൽ ഇതേപോലത്തെ ഐസ്ക്രീം സ്റ്റിക്ക് നമ്മൾ മിനിമം ഒരു 3 മണിക്കൂറെങ്കിലും വെള്ളത്തിലിട്ട് വെക്കണം. മാക്സിമം എത്ര വേണമെങ്കിലും പോകാം, അത്രയും നല്ലതാണ്. പക്ഷേ മിനിമം എന്തായാലും 3 മണിക്കൂറെങ്കിലും വെക്കണം. അപ്പോൾ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഷേപ്പെല്ലാം ഈസി ആയിട്ട് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ ചെയ്തിട്ട് ഷേപ്പ് മാറ്റിയെടുത്തതാണ് ഈ ഒരു ഐസ്ക്രീം സ്റ്റിക്കിന്. അപ്പം മാക്സിമം നമുക്ക് ബെൻഡാക്കാൻ പറ്റുന്ന ബെൻഡ് ചെയ്യുക. ഈ ഒരു എസ്സിൻ്റെ ഒരു ഷേപ്പിലാണ് നമ്മൾ ആക്കിയെടുക്കേണ്ടത്. ഓക്കെ, നമുക്ക് ഈ ഒരു ഐസ്ക്രീം സ്റ്റിക്ക് ഒന്ന് വെച്ച് നോക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു ഷേപ്പിലാണ് ഇതിൽ വെക്കേണ്ടത്, അതായത് ഈ ഒരു ഭാഗം മേലേക്ക് വരുന്ന രീതിയിൽ. ഇനി നമ്മൾ ഇതേപോലെ വെച്ചതിന് ശേഷം ഈ ഒരു ഭാഗത്തായിട്ട് നമുക്കൊന്ന് ബ്ലേഡ് യൂസ് ചെയ്ത് മാർക്ക് ഇട്ട് കൊടുക്കണം. ഇനി നമുക്ക് ഈ ഒരു ഭാഗത്ത് നേരത്തെ ചെയ്ത പോലെ തന്നെ ഇവിടെ ഒരു കട്ട് ഇട്ട് കൊടുക്കണം. ഫുള്ളായിട്ട് കട്ട് ചെയ്യാൻ പാടില്ല, ചെറിയ രീതിയിൽ കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതേപോലെ ഒരു കട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ ഇതിൻ്റെ മൂവ്മെൻറ്റ് നടക്കും. അപ്പോൾ ഒരു സേഫ്റ്റിക്ക് വേണ്ടി ഞാൻ ഇതിൻ്റെ ബാക്കിലൊരു സെലോ ടേപ്പും കൂടി അതായത് മാസ്കിൻ ടേപ്പും കൂടി ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലായിരിക്കും ഇതിൻ്റെ മൂവ്മെൻറ്റ് ഉണ്ടാവുക. അപ്പോൾ നേരത്തെ പോലെ തന്നെയാണ് എല്ലാം ചെയ്യുന്നത്, വലിയ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ ഞാൻ ഈ ഒരു ഭാഗം ചെറിയ രീതിയിൽ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതിലേക്ക് ഒട്ടിച്ച് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഞാനത് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇതേപോലെ ചെറിയ പീസ് വെച്ച് ഒട്ടിച്ച് കൊടുക്കാം. എല്ലാം നേരത്തെ ചെയ്ത പോലെ തന്നെയാണ്. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ വെബിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം. അതിനായി ഞാനിവിടെ ഒരു ത്രെഡ് എടുത്തിട്ടുണ്ട്. നമ്മൾ സാധാരണ നൂലാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിത് എത്രയാണോ ഇതിനായിട്ട് വേണ്ടത് അത്ര നമുക്ക് എടുക്കാം. ഇനി ഈ ഒരു നൂലിൻ്റെ ഒരു എൻഡ് നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് കെട്ടിക്കൊടുക്കണം. അപ്പോൾ ഒരു എൻഡ് ഈ ഒരു ഭാഗത്തായിട്ട് കെട്ടിക്കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു നൂലിൻ്റെ അടുത്ത എൻഡ് നമുക്ക് ഇതിൻ്റെ ഉള്ളിലോട്ട് ഇട്ട് കൊടുക്കണം. ഇപ്പോൾ ഞാൻ ഈ ഒരു നൂല് ഇപ്പുറത്തെ സൈഡിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു സെലോ ടേപ്പ് വെച്ചിട്ട് ഇത് ഇവിടെ ഒട്ടിച്ച് കൊടുക്കാം. ഇനി നമുക്ക് എക്സസ് ആയിട്ട് വരുന്ന നൂലെല്ലാം ഇതിൻ്റെ ഉള്ളിലേക്കായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കണം. അതായത് നമുക്ക് റീഫില്ലാറ്റ യൂസ് ചെയ്തിട്ട് പെന്നിൻ്റെ റീഫില്ലാറ്റ യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ആ ഒരു നൂല് ഇതിൽ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഷൂട്ടർ നമ്മളെ കയ്യിലൊന്ന് വെച്ച് നോക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ഇപ്പോൾ ആ ഒരു ബുള്ളറ്റ് ഇതിൽ ലോഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് സംഭവം ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതിപ്പം കറക്റ്റായിട്ട് ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഷൂട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിൽ നിന്ന് ഷെയർ ചെയ്യുക. ഇനി ഇതേപോലെ വീഡിയോസ് ലഭിക്കാനായിട്ട് താഴേക്കാണ് സബ്സ്ക്രൈബ് ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് വെക്കുക. അതേപോലെ ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. എന്നാലേ എൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കും. അപ്പോൾ നമുക്കെന്ന് ഇനി അടുത്ത വീഡിയോ കാണാം.